അങ്ങനെ KFC-യിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ മെനു അനലൈസ് ചെയ്യാം. നമുക്കില്ലാത്തതും ഇവർക്കുള്ളതുമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെയാണ്? ഒരു ഗ്രേവി സോസ്, ഒരു സിഗ്നേച്ചർ സോസ്, ഒരു ഹോട്ട് ചെഡർ ചീസ്, 8 പീസ് എപ്പിക് ബക്കറ്റ്, 4 ഒറിജിനൽ സ്പൈസി ബൺ. ബണ്ണൊന്നും വേണ്ട, പക്ഷേ ചെറിയ കോമ്പോസ് ഇല്ല ഇവിടെ. അങ്ങനെ നമ്മൾ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു, എൻ്റെയും അമ്മുൻ്റെ ആഗ്രഹമായിരുന്നു ഈ KFC ദുബായ് ഒന്ന് കഴിക്കണം. കാരണം ഇപ്പോൾ ഒരിടത്തും കിട്ടാത്ത കുറേ സാധനങ്ങൾ, അതായത് ഇത് KFC ഗ്രേവിയാണ്. ഈ ഗ്രേവി നമ്മുടെ ഇന്ത്യയിൽ കിട്ടത്തില്ല, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലില്ല. എന്തായാലും ഹോട്ട് ചെഡാർ ചീസ് സോസ്, ഈ സോസ് കിട്ടത്തില്ല. നമ്മുടെ കേർണൽ സിഗ്നേച്ചർ അതും കിട്ടത്തില്ല. തന്നെ സ്പൈസി വേർഷൻ ആൻഡ് അവരുടെ നോർമൽ ഒറിജിനൽ വേർഷൻ. ഇത് നോർമൽ, ഇത് സ്പൈസി അല്ലേ? ഓക്കെ. ഇതിനെ പറ്റി ഈ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് ഉള്ളത് സ്പൈസി അല്ലേ? നമ്മൾ അവിടുത്തെ പോലെ യെല്ലോ ഷെയ്ഡ് ഉള്ളത് നോർമൽ. ഓക്കെ. പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ബണ്ണൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ഓക്കെ, ഇത് സ്പൈസി. എങ്ങനെയുണ്ട്? സ്പൈസി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കുറെ സ്പൈസ് വരെ ഇട്ടിരിക്കണമെന്നല്ല എൻ്റെ അടുത്ത. ഏകദേശം നമ്മുടെ നാട്ടിലെ സിമിലർ ടേസ്റ്റ് വരും, പക്ഷെ ഇതിന് ഭയങ്കര സോൾട്ടിനെസ് ആണ്. ഉപ്പ് ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കും പോലെ. അകത്ത് പിടിച്ചിട്ടുണ്ടല്ലേ? ഉപ്പ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ. അല്ല, സ്പൈസി എന്ന് പറയുമ്പോൾ എന്ത് സ്പൈസാണ് ഉള്ളത് തോന്നുന്നത്? എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ KFC സ്പൈസസ് തന്നെയാണ്. പിന്നെ എന്തോ ഡാർക്ക് ആയിട്ടൊരു സംഭവം ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പെരി പെരി ഒന്നും അല്ലല്ലോ, ഇവരുടെ സ്പെഷ്യൽ സ്പൈസ്. ഇവർ എന്തൊക്കെ സ്പൈസ് ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. നമ്മളവിടെ കിട്ടുമ്പോൾ അല്ല. ഇത് അവരുടെ ഒറിജിനൽ ചിക്കൻ, നോർമൽ ചിക്കൻ. ഓക്കെ. നമ്മളവിടെ കിട്ടുന്നതിനേക്കാളും ഒരു ലെവല് മുമ്പിൽ നിൽക്കണം, അത്രേ ഉള്ളൂ. ചിക്കൻ എങ്ങനെയാണ്? ഫ്രഷ്? നമ്മുടെ അവിടത്തെയാണ് ഫ്രഷ്, ഇവിടെ തന്നെ ഫ്രഷ്. ചിക്കൻ ഇവിടെ തന്നെ ഫ്രഷ്. പിന്നെ ചിക്കനും ടേസ്റ്റ് കൂടുതലാണോ? ചിക്കനും ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ എന്തോ ഒരു സാധനം സ്പൈസി തന്നെ, എന്തോ ഒരു സാധനം പ്ലസ് ആണ്. ഇതിന്റെ ഒരു അടുത്ത ലെവൽ സ്പൈസ് ആണ് ഇത്. മനസ്സിലായി. അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ഇന്ത്യൻ വേർഷന്റെ വേറൊരു ലെവലാണിത്, അതിന്റെ വേറൊരു ലെവലാണ് ഇത്. ക്രിസ്പിനെസ് ഒക്കെ സെയിം ആണ്. ഇതിന്റെ ടെക്സ്ചറും നമ്മുടെ നമ്മുടെ അവിടെ കിട്ടുന്ന അതേ ടെക്സ്ചർ തന്നെയാണ്. ബട്ട് ദെൻ ഇതിന്റെ ടെക്സ്ചർ വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഈ ഫ്ലേക്സ് ഒന്നുമില്ല ഈ കോട്ടിങ്ങില്, ഒരു പ്ലെയിൻ കോട്ടിങ് പോലെയാണ് അതിരിക്കുന്നത്. ജ്യൂസിയാണ്. അത് KFC-യുടെ സാധാരണ എല്ലായിടത്തും കിട്ടുന്ന പോലെ ജ്യൂസി തന്നെയാണ്. അത് വലിയ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എടുത്ത് പറയാം. അടുത്തത് നമുക്ക് ആ ഗ്രേവി ഒന്ന് കഴിച്ചു നോക്കാം. ഇതിന് ചടങ്ങൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതായത് ഈ ഗ്രേവി എങ്ങനെയാണ് എന്തിൻ്റെ കൂടെ കഴിക്കണമെന്ന് അറിഞ്ഞൂടാ. ഇത് നമ്മുടെ അവിടെ ചിക്കന്റെ ഗ്രേവി ചില കടകളിൽ കൊടുക്കുവേ. ചിക്കൻ ഗ്രേവി മനസ്സിലായി. സോസ് മറ്റേ ഇത് മാഗി ക്യൂബില്ലേ, മാഗി ക്യൂബില് കോൺഫ്ലവർ ഒക്കെ ഇട്ട് തിക്കൻ ചെയ്തെടുത്തൊരു സാധനം പോലെ. വെരി ഗുഡ്. ഇതും ചിക്കനും കൂടെ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കഴിച്ചു നോക്കട്ടെ. നോക്കട്ടല്ലോ. കൊള്ളാം കേട്ടോ. ഞാൻ ഇതിലും എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനം ഈ സോസ് ട്രൈ ചെയ്യാനാണ്. ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചീസ് ഇതുണ്ടോ? ചീസ് ഉണ്ട്, ഒരു ബട്ടറിന്റെ ഫ്ലേവർ വരുന്നുണ്ട്. മനസ്സിലായി. ബട്ടർ ആൻഡ് ചീസി, അതാണത്. സിഗ്നേച്ചർ സോസ്. ഇതെങ്ങനെയുണ്ട് നോക്കാം. ഹമ്മൂസ് പോലെയാണോ? ഹമ്മൂസ് പോലെ അല്ല, മയണൈസ് പോലെ. നത്തിങ് സ്പെഷ്യൽ. നോർമൽ മയണൈസ് പോലെ. എഗ്ലെസ് മയോ കിട്ടുമല്ലോ. എഗ്ലെസ് മയോ വിത്ത് ഇത് നമ്മുടെ ലുലുവിൽ കിട്ടുന്ന ഏതോ ഒരു സാധനത്തിന്റെ ടേസ്റ്റ്, സിമിലർ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇവരുടെ ബണ്ണ്, ഇത് നമ്മളവിടെ കിട്ടുന്ന പോലത്തെ ബണ്ണല്ല കേട്ടാമോ. ഇത് വേറെ എന്തോ ഒരു ബണ്ണാണ്. സോഫ്റ്റ് അല്ലേ? തന്നെ. ഓൾസോ എന്താ നല്ല സോഫ്റ്റ് സ്പോഞ്ചി അല്ലേ? പ്ലെയിനിൽ പോകുമ്പോൾ കിട്ടുമല്ലോ സ്പെഷ്യൽ ബ്രെഡ്സ്, എയർപോർട്ട് കിച്ചണിലൊക്കെ വെച്ച് കിട്ടും പോലെ. അതുപോലെ നമുക്ക് ഗ്രേവി മുക്കി കഴിക്കാം. അടിപൊളിയാ. ഇത് രണ്ടും മതിയല്ല, ഗ്രേവി വാങ്ങിച്ച് ഒരു പേട്ട് വെണ്ണം വാങ്ങിച്ചാൽ സുഖമായിട്ട് കഴിക്കാം. ചിക്കൻ വേണമെന്നില്ല. കൊള്ളാം. പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ. ചിലപ്പോൾ ഭയങ്കര
ഓവർ പവറിങ് ടേസ്റ്റ് ആണ് ഒരു. പക്ഷേ ഈ ബണ്ണ് അസഹനീയ ബണ്ണായിട്ട് ഇത് നമ്മളവിടെ കിട്ടൂല, ഉറപ്പാണ്. ചില എയർപോർട്ട് കിച്ചണിലൊക്കെ ആണെങ്കിൽ ടു സോഫ്റ്റ്. ഇതിൻ്റെ അകത്ത് കണ്ട ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല സ്പഞ്ചി. KFC ഇന്ത്യ ഓർ KFC ദുബായ് ആണല്ലേ? അപ്പൊ എല്ലാരും പറയുന്നതിൽ കാര്യമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. പിന്നെ കുറെ വെറൈറ്റി ഐറ്റം ഉണ്ട്. ഇനി ഇതല്ലാതെ കുറെ സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ വാങ്ങിച്ചു വെച്ച് കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ദുബായിലെ സാധനങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയണം. അപ്പം ഞാനിവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്, ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യുന്നതാണ്. ഇവിടെ ഉള്ളപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി വരാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നമ്മുടെ ഈ ബാക്കിൽ വരുന്ന വീഡിയോ എപ്പിസോഡ്സ് എല്ലാം കാണാം. കുറേ ട്രാവലും എല്ലാം ഇൻക്ലൂഡഡ് ആണ്, ട്രാവൽ ഫുഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഈ യാത്ര ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞതൊക്കെ ഇറ്റ്സ് മീ അൽസൽ ഫൈ സൈനിങ് ഓഫ്.